നമസ്കാരം. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് കണ്ടെയ്നറുമായി പോയ ചരക്ക് കപ്പലിൽ തീപിടുത്തമുണ്ടായി. അപകടത്തിൽ ഒരാൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഗോവ തീരത്ത് നിന്ന് 80 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെയായിരുന്നു അപകടം. ഗോവയിലെ ബെത്തുലിൽ നിന്നുള്ള MV മെഴ്സ്ക് ഫ്രാങ്ക്ഫർട്ട് എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. മരിച്ചയാൾ ഫിലിപ്പീൻസ് സ്വദേശിയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ സംഭവസ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചിരുന്നു. സമീപത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന മറ്റ് 2 കപ്പലുകൾ കൂടി സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. സേനയുടെ ഡോണിയർ വിമാനവും നിരീക്ഷണത്തിന് എത്തിയിട്ടുണ്ട്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും പ്രതികൂല കാലാവസ്ഥയെ നേരിട്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും സേന അധികൃതർ അറിയിച്ചു. ചരക്ക് കപ്പലിലാകെ 21 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടർന്നു പിടിച്ചത് എന്ന് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജീവനക്കാർക്ക് സാധിക്കാതെ വന്നതോടെയാണ് ഇവർ വിവരം കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചത്. ഡെക്കിൽ തീ അതിവേഗം പടർന്ന് മുൻവശത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കപ്പലിലെ 160 കണ്ടെയ്നറുകളിൽ 20 എണ്ണത്തിനാണ് തീപിടിച്ചത്. അപകടകരമായ ചരക്കുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കാർവാറിലുള്ള ഇന്ത്യൻ നാവികസേനാ കപ്പലിനോട് സജ്ജരായിരിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.